ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ പോവുകയാണ്. ആ പോണ വഴിയിൽ ട്രെയിനിൽ കൂടെ എടുത്ത ഒരു വീഡിയോ ആണിത്. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഏകദേശം നമ്മൾ തിരൂരെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പാടത്ത് കുറേ ആമ്പൽപ്പൂക്കൾ കണ്ടത്. ആമ്പൽപ്പൂവും താമരയും. ഇത് സത്യത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണോ അല്ലെ ഓരോ വ്യക്തിയുടേതാണോ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മളല്ല. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം നമ്മൾ കണ്ടു ഇതിൽ. അല്ലെ ഇതാരെങ്കിലും താമര വളർത്തുന്നതാണോ അതും നമുക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇത് കണ്ട നിങ്ങൾ എത്രങ്ങാനും സ്ഥലമാണ് ഇത് ഒരു സൈഡാണ് കേട്ടോ. ഇനി ഈ സൈഡും ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുകയാണ്. അതും ഈ വേനൽ സമയത്തും ഇതുപോലെ വെള്ളം ഉണ്ട്. നല്ല മഴക്കാല സമയമാണെങ്കിൽ അതും ഓക്കെ. ഇത് വേനൽ സമയമായ സമയത്തും നല്ല വെള്ളമുണ്ട്. ആമ്പൽ, താമര ഇതെല്ലാം ഇതിൽ ഉണ്ടാവണമുണ്ട്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരാളോട് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടുന്ന് താമര പറിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷെ അതും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ചും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം നമ്മൾ പോയി അങ്ങനെ ഏകദേശം തീരാറായി. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ, ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ. ട്രെയിനിൽ പോണ സമയത്ത് തിരൂര്, പട്ടാമ്പി ആ ഏരിയയിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ട് ആസ്വദിച്ച് പോവാം. അതിൻ്റെ ഇടയിലൂടെ കുറേ വീടുകളും ഉണ്ടാവും. വയലിൽ വീട് കയറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വയൽ നികത്താൻ പാടില്ല എന്നൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ ഓരോ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവിടെയും ഇവിടെയായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ. അല്ല, ഉണ്ടാക്കട്ടെ, അവർക്കും വേണ്ട വീടുകൾ. അപ്പം നമ്മൾ ഏകദേശം പട്ടാമ്പിയെല്ലാം കഴിഞ്ഞിട്ടോ ഷൊർണൂർ എത്താറായി. ഷൊർണൂർ എത്താറായപ്പോൾ ഏകദേശം വലിയ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും ഇവിടെയെല്ലാം നിൽക്കണ കണ്ടു. ഇവിടെ ഇഷ്ടംപോലെ പാളങ്ങളുണ്ട്, നിർത്തിയിടുന്ന ട്രെയിനുകളുണ്ട്, ഇഷ്ടംപോലെ ലൈനുകളുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമുകൾ തന്നെ 12-13 പ്ലാറ്റ്ഫോമുകൾ തന്നെ ഉണ്ടെന്നാണ് ഷൊർണൂരിലെ കണക്ക്. കാരണം ഷൊർണൂരിലെ ഏതൊരു വഴി ട്രെയിൻ പോവുകയാണെങ്കിൽ ഷൊർണൂർ ടച്ച് ചെയ്യാതെ പോവില്ല. അതുകൊണ്ടാണ് ഇത്രയും പാളങ്ങൾ. അപ്പം നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം നിർത്തിയിട്ടിരുന്നു. ചായ എല്ലാം കുടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ട്രെയിൻ അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. വേറെ ഏതോ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. പോണത് അങ്ങനെ പോയാൽ പിന്നെ കോയമ്പത്തൂർ റൂട്ടായി. അപ്പം നമ്മൾ ഭാരതപ്പുഴ എത്തി. ഇതാണ് ഭാരതപ്പുഴ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ കാണുമ്പോൾ ഭാരതപ്പുഴയിൽ ഇറങ്ങി കുളിക്കാനുള്ള മോഹമുണ്ട്. പക്ഷേ സമയമല്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതാണ്. തൃശ്ശൂരിൽ 1-2 പരിപാടികളുണ്ട്. അവിടുത്തെ 1-2 വീഡിയോസ് എല്ലാം ഇടാണ്ട്, അത് പിന്നെ ഇടും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് തൃശ്ശൂരിലെ മ്യൂസിയം. ഇതിൻ്റെ വീഡിയോ നാളെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.